നിയമസഭാ അക്കൗണ്ട്സ് കമ്മിറ്റിയെ അവഹേളിച്ച് IAS ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്ത് CNDG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിർണായക യോഗത്തിൽ പങ്കെടുക്കാതെ എൻ പ്രശാന്ത് ഒഴിഞ്ഞുമാറി. സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നിട്ടും പ്രധാനപ്പെട്ട യോഗത്തിന് കീഴുദ്യോഗസ്ഥരെ അയക്കുകയായിരുന്നു. ഫോണിൽ വിളിച്ചിട്ടും പ്രശാന്ത് പങ്കെടുത്തില്ല, ഫോൺ എടുത്തില്ല എന്നും പറയപ്പെടുന്നു. വിഷയത്തിൽ ഭരണപക്ഷ MLA-മാർക്കടക്കം അതൃപ്തിയാണ്. വിവരങ്ങളുമായി നിർപ്പൻ ചേരുകയാണ്. നിർപ്പൻ, എന്തായിരുന്നു സംഭവം? എന്താണ് സംഭവം? ശരത്ത്, നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് നിയമസഭാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചാൽ, പ്രത്യേകിച്ച് വകുപ്പ് സെക്രട്ടറിമാരെ വിളിപ്പിച്ചാൽ നേരിട്ട് ഹാജരാകണം. അത് MLA-മാരും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MLA-മാരടങ്ങുന്ന CNDG റിപ്പോർട്ട് അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ രേഖകൾ നേരിട്ട് പങ്കെടുത്ത് ഹാജരാകേണ്ട കമ്മിറ്റിയാണ്. അത്തരമൊരു കമ്മിറ്റി ഇന്ന് രാവിലെ 9 മണിക്ക് ചേർന്നിരുന്നു. അതിൽ പങ്കെടുക്കേണ്ട ആളാണ് അദ്ദേഹം. മൃഗശാല വകുപ്പിൻ്റെ സെക്രട്ടറി കൂടിയാണ്, സ്പെഷ്യൽ സെക്രട്ടറിയാണ്. ഇപ്പോഴത്തെ കായിക യുവജനക്ഷേമവും ഒപ്പം തന്നെ മൃഗശാല വകുപ്പും കൈകാര്യം ചെയ്യുന്ന OJ ജനീഷിൻ്റെ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയാണ് എൻ പ്രശാന്ത്. അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, കീഴുദ്യോഗസ്ഥരെ ആ യോഗത്തിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ തന്നെ ഈ നിയമസഭാ സബ് കമ്മിറ്റിയിലെ, ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ MLA-മാർ, പ്രത്യേകിച്ച് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പഴയ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാലാണ്. ഒപ്പം തന്നെ മാത്യു കോഴനാടനുണ്ട്, തോമസ് ഉണ്ണിയാടനുണ്ട്, K രാജൻ അടക്കമുള്ള MLA-മാർ അതിലെ അംഗങ്ങളാണ്. അപ്പോൾ മൃഗശാല വകുപ്പുമായി ബന്ധപ്പെട്ട് കരാറിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കാതെ കരാറുകാരന് പണം നൽകി എന്ന CNDG-യുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ അഴിമതിയുണ്ട് എന്നതാണ് CNDG-യുടെ കണ്ടെത്തൽ. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയ രേഖകൾ നേരിട്ട് വകുപ്പ് സെക്രട്ടറി തന്നെ ഹാജരാകണമെന്ന് നേരത്തെ അക്കൗണ്ട്സ് കമ്മിറ്റി അറിയിച്ചിരുന്നു. അതിനനുസരിച്ച് കീഴുദ്യോഗസ്ഥരെ അറിയിച്ച ശേഷം അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഇരിക്കുകയായിരുന്നു. നേരിട്ട് ഈ കീഴുദ്യോഗസ്ഥർ വന്നപ്പോൾ MLA-മാർ തന്നെ, അതിൻ്റെ ചെയർമാൻ തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പറയുന്ന വകുപ്പ് സെക്രട്ടറിയെ തന്നെ നേരിട്ട് വിളിക്കാൻ ആവശ്യപ്പെട്ടു. ആ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കാനാകില്ല എന്ന് സബ് കമ്മിറ്റി, ഈ പറഞ്ഞ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി MLA-മാർ തന്നെ അറിയിച്ചു. ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് തന്നെ വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള എൻ പ്രശാന്തിനെ വിളിച്ചു. നേരിട്ട് ഹാജരാകണമെന്ന് MLA-മാർ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് അറിയിച്ചു. സെക്രട്ടറിയിൽ തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഹാജരാകാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ഗൗരവതരമായ വിഷയം. ഇത്തരത്തിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നേരിട്ട് വിളിച്ചാൽ വകുപ്പ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരായി, പ്രത്യേകിച്ച് CNDG ക്രമക്കേട് കണ്ടെത്തിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹാജരാകണമെന്നാണ് ചട്ടം. അങ്ങനെ ഹാജരായില്ല എങ്കിൽ നിയമസഭയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇത് സംബന്ധിച്ച് ഗുരുതരമായ പിശകാണ് അദ്ദേഹം നടത്തിയത്. കാരണം സമാനമായ നിരവധി പ്രശ്നങ്ങളുള്ള, ഇങ്ങനെ രേഖകളിൽ എന്തെങ്കിലും തരത്തിൽ ക്രമക്കേടുള്ള അതാത് വകുപ്പ് സെക്രട്ടറിമാരെ വിളിച്ചിരുന്നു. ആ വകുപ്പ് സെക്രട്ടറിമാർ K ബിജു IAS, അനുപമ IAS, അഞ്ജന IAS എന്നിവർ സമാനമായ മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എൻ പ്രശാന്ത് മാത്രമാണ് ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. മാത്രമല്ല, അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടും ലീവ് നൽകുകയോ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയോ ചെയ്തില്ല. MLA-മാർ നേരിട്ട് ഇദ്ദേഹത്തെ കാത്തിരുന്നിട്ടും, മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും, മറ്റുദ്യോഗസ്ഥരോട് അറിയിച്ച് അദ്ദേഹത്തിനോട് നേരിട്ട് ഹാജരാകാൻ പറയൂ എന്നറിയിച്ചിട്ടും എൻ പ്രശാന്ത് വിട്ടുനിന്നു എന്നാണ് ഗൗരവതരമായ കാര്യം. ശരത്ത് അറിയാവുന്നതാണ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പലവിധ വിവാദ പരാമർശങ്ങൾ നടത്തി അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. സസ്പെൻഷനിലായിരുന്നു. പുതിയ സർക്കാർ, UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ ഈ പറയുന്ന കായിക യുവജനക്ഷേമ വകുപ്പിൻ്റെയും മൃഗശാല വകുപ്പിൻ്റെയും സ്പെഷ്യൽ സെക്രട്ടറിയാക്കി മാറ്റുന്നത്. അദ്ദേഹം ഇപ്പോഴും ആ വിവാദങ്ങൾ തുടരുകയാണ്. ഭരണപക്ഷത്തുള്ള മാത്യു കോഴനാടനും തോമസ് ഉണ്ണിയാടനടക്കം ഈ കമ്മിറ്റിയിലുണ്ട്. അവർക്കും കടുത്ത അതൃപ്തിയുണ്ട്. സ്വാഭാവികമായി സ്പീക്കർക്ക് ഇത് അതൃപ്തി അറിയിക്കാനുള്ള സാധ്യതയുണ്ട്, വിശദീകരണം തേടാനുള്ള സാധ്യതയുണ്ട്. അത്രയും ഗൗരവതരമായ നിയമസഭയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് CNDG ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം നടത്തിയാൽ ആ രേഖകൾ പരിശോധിച്ച് സർക്കാരിൻ്റെ വിശദീകരണം നൽകേണ്ട കമ്മിറ്റിയാണ് നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ഒരു വകുപ്പ് സെക്രട്ടറി നേരിട്ട് ഹാജരായില്ല. അത് നിയമസഭയെ തന്നെ അവഹേളിക്കുന്ന തുല്യമെന്നാണ് MLA-മാരുടെ അഭിപ്രായം. സ്വാഭാവികമായി സ്പീക്കർക്ക് പരാതി നൽകാനുള്ള സാധ്യതയുണ്ട്. ശരത്. ശരി, നൃപനാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ അവഹേളിച്ചിരിക്കുകയാണ് പ്രശാന്ത് IAS.